ഫൈൻഡ് ദി ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. നെസ്റ്റഡ് ഇഫ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ് 3 നമ്പേഴ്സിൻ്റെ ലാർജസ്റ്റ് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം. അപ്പോൾ നമുക്ക് 3 നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. എ ബി സി എന്നാണ് 3 വേരിയബിൾസ് വയ്ക്കാം. ഈ 3 എണ്ണത്തിൽ ലാർജസ്റ്റിനെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഒരു കണ്ടീഷനോ 2 കണ്ടീഷനോ മാത്രം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ലാർജസ്റ്റിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ ഉണ്ട്. ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അടുത്തത് ചെക്ക് ചെയ്യേണ്ടി വരും. ഇനി ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 3 വേരിയബിൾസ് ഞാൻ ഇൻറ്റീജേഴ്സ് ആയിട്ട് എടുക്കുകയാണ്. 3 ഇൻറ്റീജേഴ്സ് എ ബി സി ഉണ്ട്. അപ്പോൾ ഇതിലെ ലാർജസ്റ്റിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ നമുക്ക് കമ്പാരിസൺ വെച്ചിട്ടാണ് നമുക്ക് ലാർജസ്റ്റിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓപ്പറേറ്ററോ ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്ററോ വെച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സമയത്ത് നമുക്ക് 2 വേരിയബിൾസ് മാത്രമല്ലേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാണ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി. എ ഗ്രേറ്റർ ദാൻ ബി ആണോ നോക്കാം. എ ഗ്രേറ്റർ ദാൻ ബി ആണെന്ന് പറഞ്ഞാൽ നമുക്കൊരു പാത്താണ്, അല്ലെങ്കിൽ വേറെ പാത്താണ്. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമുക്കൊരു ഡയറക്ഷനിൽ പോകണം, അല്ലെങ്കിൽ അപ്പോൾ ഇത് ട്രൂവും ഫോൾസും കൊടുക്കുകയാണ്. ട്രൂ ആണെങ്കിൽ ഒരു ഡയറക്ഷൻ ഉണ്ട്, ഫോൾസ് ആണെങ്കിൽ വേറെ ഡയറക്ഷൻ ഉണ്ട്. ഇനി എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? എ ആണ് വലുത്. അപ്പോൾ നമുക്കിനി ബി നോക്കേണ്ട ആവശ്യമില്ല. ബി അല്ല ലാർജസ്റ്റ് എന്ന് ഉറപ്പായി. എ ആണ് വലുതെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത്? എയിലും ബിയിലും എ ആണ് വലുതെന്നേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് സി എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളും കൂടെ ഉണ്ട്. സിനേക്കാളും വലുതാണോ എ നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ആണ് വലുതെന്ന് പറയാം. അപ്പം എ വലുതാണ് ബിനേക്കാളെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബി പിന്നെ നോക്കണ്ട, എ മാത്രം എടുക്കുക. എ സിനേക്കാളും വലുതാണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ എ ആണ് വലുത്. അല്ലെങ്കിൽ എന്താണ്? അല്ല എന്ന് പറഞ്ഞാൽ സി എനേക്കാളും വലുതാണെന്നാണ് അതിനർത്ഥം. അങ്ങനെയാണെങ്കിൽ സി ആണ് വലിയ നമ്പർ. അപ്പോൾ ഇത് ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ഇഫ് എ ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കണം. ആണെങ്കിൽ അവിടെ നമുക്ക് 2 പാത്ത് ഉണ്ട്, ഒരു ട്രൂ ഉണ്ട്, ഫോൾസും ഉണ്ട്. എ ഗ്രേറ്റർ ദാൻ സിയും കൂടി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാർജസ്റ്റ് എന്ന് പറയുന്നത് എ ആണ്. ഇനി ഇത് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാർജസ്റ്റ് എന്ന് പറയുന്നത് സി ആണ്. ഇനി എ ഗ്രേറ്റർ ദാൻ ബി തന്നെ ഫോൾസ് ആയിരുന്നു എന്ന് വിചാരിക്കുക. എ ഗ്രേറ്റർ ദാൻ ബി ഫോൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബിനേക്കാളും വലുതല്ല, അതായത് ബി എനേക്കാളും വലുതോ ഈക്വലോ ആവാം. അപ്പം എന്തായാലും ബി ആണ് വലുത് നിൽക്കുക. ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് ആണ് നമുക്ക് എടുക്കുക. അപ്പോൾ ബി ആണ് വലുത്. ബി ആണ് വലുതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി എനെ വിടാം, എ നോക്കേണ്ട ആവശ്യമില്ല. ബി സിനേക്കാളും വലുതാണോ അല്ലയോ എന്ന് മാത്രമേ ഇനി അറിഞ്ഞാൽ മതി. അപ്പോൾ ബി ആണ് വലുതെന്ന് കിട്ടിയാലാണ് നമ്മൾ ഇവിടെ വരിക. ബി ആണ് വലുതെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് എന്ത് നോക്കണം? ബി ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കണം. ഇനി ബി സിനേക്കാളും വലുതാണെങ്കിൽ, അതായത് ബി ഗ്രേറ്റർ ദാൻ സിക്കും 2 പാത്ത് ഉണ്ടാവും, ട്രൂവും ഫോൾസും ഉണ്ടാവും. ബി ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുന്നത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ബി ആണ് നമ്മുടെ ലാർജസ്റ്റ് വാല്യൂ. ഇത് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ സി ആണ് നമ്മുടെ ലാർജസ്റ്റ് വാല്യൂ. ഇങ്ങനെയാണ് നമുക്ക് ലാർജസ്റ്റിനെ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാത്ത് ഉണ്ടാവും. ഈ പാത്തിൽ വരികയാണെങ്കിലും ഇവിടുന്ന് നമ്മൾ ഇത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പാത്ത് എടുക്കുകയാണ്. ഇവിടെ വരികയാണെങ്കിലും നമ്മളിവിടെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഏതാണെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് ലാർജസ്റ്റ് ആയിട്ട് കിട്ടുക. ഇതിൻ്റെ താഴെ വന്നാൽ ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലാർജസ്റ്റിനെ കിട്ടി. ഇതിൻ്റെ താഴെ വന്നാൽ നമുക്ക് ലാർജസ്റ്റിനെ പ്രിന്റ് ചെയ്യാം. അതാണ് നമ്മൾ പ്രോഗ്രാമിൽ ചെയ്യാൻ പോണത്. പ്രോഗ്രാമിൻ്റെ കുറച്ച് പോർഷൻ ഇവിടെ എഴുതി വെച്ചു. ഇനി എഴുതി സമയം കളയണ്ടല്ലോ എന്നോർത്താണ്. 3 നമ്പേഴ്സ് എ ബി സി എടുത്തു ഇൻറ്റീജർ ആയിട്ട്. ഇനി അതിൽ ലാർജസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ ലാർജസ്റ്റ് എന്നൊരു വേരിയബിളും കൂടെ എടുത്തു. ആദ്യം തന്നെ 3 നമ്പേഴ്സ് സ്കാനഫ് വെച്ച് 3 ഇൻറ്റീജേഴ്സ് റീഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഇഫ് എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമുക്കിനി എന്താ ചെയ്യേണ്ടത്? എ ആണെന്ന് വലുത് മനസ്സിലായി, അപ്പോൾ ബി വലുതല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇനി എനെ സി ആയിട്ട് കമ്പയർ ചെയ്യാണ് വേണ്ടത്. നേരത്തെ നമ്മൾ എഴുതിയതാണ്. ഇതിൻ്റെ ട്രൂ ബ്ലോക്കിനകത്ത് നമ്മൾ എഴുതേണ്ടത് ഇഫ് എ ഗ്രേറ്റർ ദാൻ സി. ഇതിന് ഒരു ട്രൂവും ഫോൾസും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ഫ്ലോ ഡയഗ്രം അനുസരിച്ച് എ ഗ്രേറ്റർ ദാൻ സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് എ ആണ്. ഇനി ഇതിൻ്റെ ഫോൾസ്, എ ഗ്രേറ്റർ ദാൻ സിയുടെ ഫോൾസ്. എ ഗ്രേറ്റർ ദാൻ സി അല്ല എന്നുണ്ടെങ്കിൽ സി ആണ് വലുത്. അപ്പോൾ ലാർജസ്റ്റ് ഈക്വൽ ടു സി. ഇത്രയാണ് ഇതിൻ്റെ ട്രൂ ബ്ലോക്ക്. ഞാനിവിടെ വരവഴിച്ചിട്ട് ഇവിടെ തന്നെ ഇതിൻ്റെ ഫോൾസ് എഴുതുകയാണ്. അതായത് ഈ ഫസ്റ്റ് ഇഫിൻ്റെ എൽസ് ആണിത്. എൽസ് അതായത് എ ഗ്രേറ്റർ ദാൻ ബി അല്ല. എ ഗ്രേറ്റർ ദാൻ ബി അല്ല എന്ന് പറഞ്ഞാൽ ബി എനേക്കാളും വലുതാണ്.
ബി എനേക്കാളും വലുതാണെങ്കിൽ നമ്മൾ ഇനി എന്താ നോക്കേണ്ടത്? ബി സിനേക്കാളും കൂടെ വലുതാണോ? ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി, അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് ഈക്വൽ ടു ബി, അല്ലെങ്കിൽ ലാർജസ്റ്റ് ഈക്വൽ ടു ബി. ഇവിടെ ഞാൻ കേളി ബ്രേസ് ഇട്ടിട്ടില്ല, ഇടണം എന്നില്ല, ഇവിടെ ഒന്നും കേളി ബ്രേസ് ഇടണം എന്നില്ല. കാരണം എന്താണ്? ഇവിടെയൊക്കെ നമുക്ക് ഓരോ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് എഴുതാനുള്ളൂ. ഈ എൽസ് ക്ലോസ് ചെയ്തു, അതായത് ഫസ്റ്റ് ഇഫിന്റെ എൽസ്. അതായത് ആദ്യം എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ ചെയ്യേണ്ടതാണ് ഇത്രയും പോർഷൻ, ഇതിന്റെ ട്രൂ ബ്ലോക്ക് ആണ്. അല്ലെങ്കിൽ ഇവിടെ വരണം. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഇതിനകത്ത് വന്നിട്ട് എന്ത് നോക്കുക? എ ഗ്രേറ്റർ ദാൻ സി ആണെന്ന് നോക്കുക. ആണെങ്കിൽ ലാർജസ്റ്റ് എ ആണെന്ന് നമ്മൾ പറയുന്നു. എ ഗ്രേറ്റർ ദാൻ സി അല്ലെങ്കിൽ ലാർജസ്റ്റ് സി ആണ്. ഇനി എ ഗ്രേറ്റർ ദാൻ ബി തന്നെ അല്ലെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ എ ആണ്. അങ്ങനെയാണെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കുക. ആണെങ്കിൽ ബി ആണ് വലുത്, അല്ലെങ്കിൽ സി ആണ് വലുത്. ഇനി ഇവിടുന്ന് ഈ എൽസും കൂടെ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇനി പ്രിന്റ് ചെയ്യാൻ പോണത്. ലാർജസ്റ്റ് വാല്യൂ ഇസ് പെർസെൻറ്റേജ് ഡി എന്താണ്? കോമ ലാർജസ്റ്റ് വാല്യൂ. ഇപ്പോൾ ലാർജസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലാണ് ഉള്ളത്. ലാർജസ്റ്റ് മെയിൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാമിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് പ്രോഗ്രാം എഴുതിയാലും നിങ്ങൾ അതിന് നമ്പേഴ്സ് വെച്ചിട്ട് എ ബി, ഇപ്പോൾ നമ്മുടെ വേരിയബിൾസിന് ആക്ച്വൽ വാല്യൂ കൊടുത്താൽ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പം നമ്മുടെ എ ബി സി എന്ന് പറയുന്നത് എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 15, സിയുടെ വാല്യൂ 20 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നോക്കും എ ഗ്രേറ്റർ ദാൻ ബി ആണോ, 10 ഗ്രേറ്റർ ദാൻ 15 ആണോ? അല്ല. അപ്പോൾ നമ്മൾ ഇവിടെ വരും, എൽസിൽ വരും. ഇനി ബി ഗ്രേറ്റർ ദാൻ സി ആണോ? ബി എന്താണ്? 15, സി 20 ആണ്. 15 ഗ്രേറ്റർ ദാൻ 20 ആണോ? അല്ല. അല്ലെങ്കിൽ ഇവിടെ വന്നു ലാർജസ്റ്റ് ഈക്വൽ ടു സി, ലാർജസ്റ്റ് ഈക്വൽ ടു 20. എന്നിട്ട് പുറത്ത് വന്നാൽ 20 എന്ന് പ്രിന്റ് ചെയ്യും. ഇനി നിങ്ങൾ അടുത്ത കോമ്പിനേഷൻ നോക്കുക. ഇത് തന്നെ വേറെ ഓർഡറിലിട്ട് നോക്കുക. 20, 15, 10. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ നമ്പറാണ് ലാർജസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എ 20 ആണ്, ബി 15 ആണ്, സി 10 ആണ്. 20 ഗ്രേറ്റർ ദാൻ 15 ആണോ നോക്കുക. ആണ്. അപ്പോൾ ട്രൂ ബ്ലോക്കിൽ വന്നു. ഇനി എ ഗ്രേറ്റർ ദാൻ സി 20 ഗ്രേറ്റർ ദാൻ 10 ആണോ? ആണ്. ആണെങ്കിൽ ലാർജസ്റ്റ് ഈക്വൽ ടു 20. ഇനി ഇതിൻ്റെ അങ്ങനെ നിങ്ങൾ ഓരോ ഓർഡർ മാറ്റി മാറ്റിയിട്ടിട്ട് ഏത് ഓർഡറിലിട്ടാലും വർക്ക് ചെയ്യണ്ടോ നോക്കണം. ഇനി ഇത് രണ്ടെണ്ണം ഈക്വൽ ആയിട്ടുള്ള കേസാണെന്ന് വിചാരിക്കാം. നമുക്കിപ്പോൾ എ 15ഉം ബി 15ഉം സി 20 അല്ല സി 10ഉം ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നു എ ഗ്രേറ്റർ ദാൻ ബി ആണോ, 15 ഗ്രേറ്റർ ദാൻ 15 ആണോ? അല്ല. ഇവിടെ വന്നു ഫോൾസിൽ വന്നു. ഇനി ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി, ബി 15 ആണ്, 15 ഗ്രേറ്റർ ദാൻ 10 ആണോ? ആണ്. ആണെങ്കിൽ ലാർജസ്റ്റ് ഈക്വൽ ടു 15. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള കേസ് വന്നാലും ഈ പ്രോഗ്രാം വർക്ക് ചെയ്യും. അങ്ങനെ നിങ്ങളൊരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അതിന് ഇങ്ങനെ നമ്മൾ വാല്യൂസ് ഇട്ടിട്ട് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് അത് ആക്ച്വലി റൺ ചെയ്യുക എന്ന് വെച്ചാൽ അതുപോലെ നമ്മളിതിന് റൺ ചെയ്ത് നോക്കണമെങ്കിൽ നമ്മൾ ഡ്രൈ റൺ എന്നാണ് പറയുക. അപ്പോൾ ഏത് പ്രോഗ്രാം എഴുതിയാലും നിങ്ങളിങ്ങനെ ഡ്രൈ റൺ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പ് വരുത്തണം ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യോ ഇല്ലയോ എന്ന്.